പ്രിയരെ, മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലെ മൂന്നാമത്തെ കഥയായ മൈലാഞ്ചിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. മൈലാഞ്ചി. പിറ്റേ ദിവസം രാവിലെയാണ് മുഹൂർത്തം. കൈകളിൽ മൈലാഞ്ചി തേക്കുന്ന പെൺകുട്ടിയോട് വധു പറഞ്ഞു, ഈ കല്യാണം നടക്കാൻ പോണില്ല. കല്യാണം നടക്കില്ലെന്നോ? കേട്ടവർ നടുങ്ങി. അടുക്കള മുറ്റത്ത് പാചകം നടത്തിയിരുന്ന ബ്രാഹ്മണവർഗം ഞെട്ടി. വീട്ടുവേലക്കാരികൾ ഞെട്ടി. ബന്ധുമിത്രാദികളും ഞെട്ടി. എന്ത് വിഡ്ഢിത്തമാണ് അമ്മ പറയുന്നത്? ഗൾഫിൽ നിന്ന് അവധിയെടുത്ത് വന്നെത്തിയ അമ്മാവൻ വിളിച്ചു പറഞ്ഞു. എന്തും പറയാനായോ? ജ്യേഷ്ഠപത്നിമാർ അന്യോന്യം പെറുപിറുത്തു. ഈ കല്യാണം നടക്കില്ല, അമ്മ തറപ്പിച്ചു പറഞ്ഞു. മൈലാഞ്ചി ഇടുന്നത് നിർത്തി ബ്യൂട്ടി പാർലറുകാരി വധുവിനോട് ചോദിച്ചു. അപ്പോൾ മറ്റേ കൈയിൽ മൈലാഞ്ചി ഇടണ്ടേ? മൈലാഞ്ചി രണ്ട് കൈയിലും ഇടണം. അമേരിക്കയിൽ നിന്ന് വന്ന എഞ്ചിനീയറെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതാണ്. അമേരിക്കയിൽ നിന്ന് വന്ന എഞ്ചിനീയർക്ക് എന്താണൊരു കുറവ്? കാണാനും യോഗ്യൻ, നല്ല തറവാടി. നിനക്ക് എന്താ ഇങ്ങനെ പറയാൻ തോന്നണത്? അമ്മ ചോദിച്ചു. ആരും കേൾക്കണ്ട, പെണ്ണിനെ അമിതമായി ലാളിച്ച് കേടുവരുത്തിയിരിക്കുന്നു, അമ്മാവൻ പറഞ്ഞു. ഞാൻ ലാളിച്ച് കേടുവരുത്തിയെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അമ്മ ചോദിച്ചു. നിന്നെയല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്, അമ്മുവിൻ്റെ അച്ഛനെ തന്നെ. പണിക്കര് സർവ്വതും കൊടുത്ത് കേടുവരുത്തി. സ്വഭാവം വഷളായി, അമ്മാമൻ പറഞ്ഞു. കല്യാണം തങ്ങൾ നടത്തുമെന്ന് ചെറിയച്ഛന്മാർ പ്രസ്താവിച്ചു. പെണ്ണിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് പന്തലിലിറക്കും. അന്യോന്യം മാലയിടിവിക്കും. തറവാടിൻ്റെ മാനം കാക്കും. കല്യാണം കഴിഞ്ഞ് 2 രാത്രി കഴിയുമ്പോഴേക്കും അമ്മ പുതിയ മണവാളിൻ്റെ സ്വന്തമാകും. എനിക്ക് എയ്ഡ്സ് പിടിച്ച് മരിക്കുവാൻ താല്പര്യമില്ല, അമ്മ പറഞ്ഞു. രവിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? നല്ല ആരോഗ്യമുള്ള ഒരു പയ്യൻ. എയ്ഡ്സ് ഉണ്ടെന്ന് നീ ഒരിക്കലും പറഞ്ഞു വരുത്തരുത്. മറ്റെന്ത് രോഗം വന്നാലും എയ്ഡ്സ് വരില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, അമ്മാവൻ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥനയും അതുതന്നെയാണ്, അമ്മു പറഞ്ഞു. അമ്മു, വിഡ്ഢിത്തം പറയരുത്. ഈ കല്യാണം നടക്കാതെ പോയാൽ നിൻ്റെ അച്ഛൻ അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യും, അമ്മ പറഞ്ഞു. എയ്ഡ്സ് കിട്ടിയാൽ ഞാനും ആത്മഹത്യ ചെയ്യും, അമ്മു പറഞ്ഞു. ഈ നാട്ടിൽ വളർന്ന വല്ലവരെയും കൊണ്ടുവരായിരുന്നില്ലേ? ആരായാലും ഞാൻ കല്യാണം കഴിക്കാം. പണക്കാരനാകണ്ട, വലിയ പഠിപ്പും വേണ്ട, ഒരു സാധാരണക്കാരൻ മതി, അമ്മ പറഞ്ഞു. നിനക്ക് ചേരുന്ന ഒരാളും ഈ നാട്ടിലില്ലമ്മോ, ചെറിയച്ഛന്മാർ പറഞ്ഞു. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷിക്കൂ, അവിടെ നല്ല ചെറുപ്പക്കാർ ഉണ്ടാവാതിരിക്കില്ല, അമ്മ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് പോയാൽ നാളെ രാവിലെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ആരെയും കാണില്ല. പിന്നെ രവിയും പാർട്ടിയും വരുമ്പോൾ ഞങ്ങൾ എന്തു പറയും, അമ്മാവൻ ചോദിച്ചു. എനിക്ക് എയ്ഡ്സ് എന്ന് കേൾക്കുമ്പോൾ ഭയമാണെന്ന് പറയൂ. സത്യം തുറന്നു പറയൂ. രവിക്ക് എയ്ഡ്സ് ഇല്ല. അതെങ്ങനെ അമ്മാവനറിയാം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുവാൻ ഞങ്ങൾ എങ്ങനെ പറയും? സ്ത്രീധനം കൂടി ആവശ്യപ്പെടാത്ത കുട്ടി. നന്ദികേട് കാണിക്കാൻ വയ്യ, അമ്മാവൻ പറഞ്ഞു. ഈ കല്യാണം നടക്കില്ല, അമ്മു പറഞ്ഞു. എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യാതാവും. ഞാൻ ഇപ്പോൾ തന്നെ പാലക്കാട്ടേക്ക് പോകും, അമ്മയുടെ വീട്ടിലേക്ക്, അമ്മ നീരസത്തോടെ പറഞ്ഞു. ഞങ്ങളും ഓടി രക്ഷപ്പെടും. വരൻ്റെ പാർട്ടി വരുമ്പോൾ രക്ഷിതാക്കളായിട്ട് ആരും ഉണ്ടാവില്ല. അമ്മ തന്നെ അവരെ തിരിച്ചയക്കട്ടെ, ചെറിയച്ഛന്മാർ പറഞ്ഞു. വെപ്പുകാർക്ക് ആരാ പണം കൊടുക്കുക? അമ്മ ചോദിച്ചു. ആരെങ്കിലും കൊടുക്കട്ടെ, അമ്മ പറഞ്ഞു. മൈലാഞ്ചി ഉണങ്ങുന്നത് വരെ കയ്യിൽ വെള്ളം നനയ്ക്കരുത്, ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടി പറഞ്ഞു. മൈലാഞ്ചി നല്ലവണ്ണം പിടിക്കട്ടെ. ഞാൻ വെള്ളം നനയ്ക്കുന്നില്ല, അമ്മ പ്രസ്താവിച്ചു. പ്രിയ കൂട്ടുകാരെ, മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലെ മൂന്നാമത്തെ അധ്യായമായ മൈലാഞ്ചി എന്ന കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്തൊരു കഥയുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.